ജർമ്മൻ ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക്കാണ് കേസ്. ജർമ്മനിൽ നമുക്ക് 4 ഇമ്പോർട്ടൻറ്റ് കേസസ് ആവുള്ളത്: നോമിനേറ്റീവ് കേസ്, അക്യൂസേറ്റീവ് കേസ്, ഡാറ്റീവ് കേസ്, ഗെനിറ്റീവ് കേസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമിനേറ്റീവ് കേസ്. നോമിനേറ്റീവ് കേസിൻ്റെ മറ്റൊരു പേരാണ് സബ്ജക്റ്റീവ് കേസ്. എന്ന് പറഞ്ഞാൽ അത് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിലെ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒരു നൗൺ ആകാം, പ്രോനൗൺ ആകാം, ഒരു നൗൺ ഫ്രേസ് ആകാം. ചിലപ്പോൾ അതൊരു പേഴ്സൺ ആകാം, ഒരു പ്ലേസ് ആകാം, ഒരു തിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഐഡിയയും ആകാം. ഇനി ജർമ്മനിലെ 1-2 സെൻറ്റൻസ് എടുത്ത് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡെർ ഹുണ്ട് ബെൽറ്റ് ഇം പാർക്ക്. ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്ന ഡെർ ഹുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ബെൽറ്റ് അല്ലെങ്കിൽ കുരയ്ക്കുക. അപ്പോൾ ഒരു പട്ടി കുരയ്ക്കുന്നു എവിടെ? ഒരു പാർക്കിൽ. അപ്പം ഇവിടെ നോമിനേറ്റീവ് കേസ് എന്ന് പറയുന്നത് അവിടെ സബ്ജക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഡെർ ഹുണ്ട് അല്ലെങ്കിൽ ദ ഡോഗ്. ഇനി അനദർ എക്സാമ്പിൾ: ഡി ഫ്രൗ കോംറ്റ് ഔസ് ബെർലിൻ. ദ വുമൺ കംസ് ഫ്രം ബെർലിൻ. അപ്പോൾ ഇവിടെ ഇത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡി ഫ്രൗ അല്ലെങ്കിൽ ദ വുമൺ ആണ്. അപ്പം അവിടെ കോംറ്റ് എന്ന് പറയുന്ന വെർബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തത് ദ വുമൺ ആണ്. ഇനി അടുത്ത സെൻറ്റൻസ്: ദ സ്കിൻഡ് സ്പീൽഡ് ഇൻ ഗാർഡൻ. ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് ദ ചൈൽഡാണ് കളിക്കുന്നത്, അതായത് കളിക്കുക അല്ലെങ്കിൽ പ്ലേ ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി ദ ചൈൽഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു സെൻറ്റൻസ്: ഡി കിൻഡർ ലേണൻ ഡോയിഷ്. അപ്പോൾ ഇവിടെ ഡി കിൻഡർ എന്ന് സൂചിപ്പിക്കുന്നത് ദ ചിൽഡ്രൻ സ്റ്റഡി ഡോയിഷ്. അപ്പോൾ നമ്മൾ ഈ 3 സെൻറ്റൻസ് നമ്മളിവിടെ കണ്ടു. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ ഇവിടെ ഡെർ ഹുണ്ട്. അപ്പം ആ ഹുണ്ട് എന്ന് പറയുന്നത് മാസ്കുലിൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആർട്ടിക്കിളായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡെർ ആണ്. അതുപോലെ തന്നെ ഫ്രൗ എന്ന് പറയുന്നത് ഫെമിനിൻ ആയതുകൊണ്ട് നമ്മളിവിടെ ആർട്ടിക്കിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡി ആണ്. മൂന്നാമത്തെ സെൻറ്റൻസിൻ്റെ അകത്ത് കിൻഡ് എന്ന് പറയുന്ന ചൈൽഡ് അത് ന്യൂട്രൽ ആയതുകൊണ്ട് നമ്മൾ ദ സ്കിൻഡ് എന്ന് ഉപയോഗിച്ചു. ആൻഡ് ഫോർത്ത് സെൻറ്റൻസിൻ്റെ അകത്ത് കിൻഡർ എന്ന് പറയുന്നത് ദ ചിൽഡ്രൻ. അപ്പോൾ അതൊരു പ്ലൂറലാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ അത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ആർട്ടിക്കിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡി ആണ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ദി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ജർമ്മനിലായി കഴിയുമ്പോഴത്തേക്കും ഓരോ കേസ് അനുസരിച്ച് മാറുന്നു, ഓരോ ജെൻഡർ അനുസരിച്ച് മാറുന്നു. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ മസ്കുലിൻ്റെ കേസിൽ ഡർ, ഫെമിനിൻ്റെ കേസിൽ ഡി, ആൻഡ് നോയിറ്റർ എൻ്റെ കേസിൽ ദസ്, ആൻഡ് പ്ലൂറലിൻ്റെ കേസിൽ ഡി. ഇനി ഇത് അടുത്ത അക്യൂസേറ്റീവ് കേസ് ആൻഡ് ഡാറ്റീവ് കേസൊക്കെ വരുമ്പോൾ ഇത് ഈ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളിൽ മാറ്റം വരും. അപ്പം നമ്മളൊരു ബേസ് ആയിട്ട് ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എടുക്കുന്നത് നോമിനേറ്റീവ് കേസാണ്. ആ നോമിനേറ്റീവ് കേസിനെ വെച്ചാണ് നമ്മൾ അക്യൂസേറ്റീവ് കേസ് ആൻഡ് ഡാറ്റീവ് കേസിൽ ഈ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളിൽ മാറ്റം വരുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എ ഓർ ആൻ ആണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും അത് മസ്കുലിൻ്റെ കേസിൽ ഐൻ, ഫെമിനിൻ്റെ കേസിൽ ഐനെ, ആൻഡ് നോയിറ്റർ ഓർ ന്യൂട്രലിൻ്റെ കേസിൽ ഐൻ. ഇനി നോമിനേറ്റീവ് കേസ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് നോമിനേറ്റീവ് കേസായിട്ട് വരുന്നത്. ഇനി രണ്ടാമത് നോമിനേറ്റീവ് കേസ് വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ സൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു ബി. അപ്പം നമ്മൾ സൈൻ്റെ വെർബ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്ന കേസസ് ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഇഷ്മിൻ അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പം അത് സൈൻ്റെ കോൺജുഗേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈൻ അല്ലെങ്കിൽ ടു ബി എന്ന് പറയുന്ന അർത്ഥത്തിൽ അതൊരു മെയിൻ വെർബായിട്ട് വരുന്ന സാഹചര്യത്തിലും ആ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്നുള്ള പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന വെർബ് റിമൈനിങ് സെൻറ്റൻസ്, അപ്പം അത് നോമിനേറ്റീവ് കേസ് ആകാം. ഫോർ എക്സാമ്പിൾ ദസ് ഈസ്റ്റ് ഐൻ ടിഷ്, ദാറ്റ് ഈസ് എ ടേബിൾ. അപ്പം നമ്മൾ ആ ടിഷ് എന്ന് പറയുന്നത് ഇവിടെ നോമിനേറ്റീവ് കേസിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐൻ ടിഷ് എന്ന് പറഞ്ഞത്. ബിക്കോസ് ടിഷ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ മസ്കുലിൻ ജെൻഡറായിട്ടാണ് എടുത്തിരിക്കുന്നത്. നൗ അനദർ എക്സാമ്പിൾ ദസ് ഈസ്റ്റ് ഐനെ ഷൂളെ, സോ ദാറ്റ് ഈസ് എ സ്കൂൾ. അപ്പോൾ നോക്കിക്കേ, അവിടെ വെർബായിട്ട് വന്നിരിക്കുന്ന ഇസ്റ്റാണ്. ഡി ഷൂളെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഷൂളെ എന്ന് പറയുന്നത് ഫെമിനിൻ ആയതുകൊണ്ടാണ് നമ്മൾ ദസ് ഈസ്റ്റ് ഐനെ ഷൂളെ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സ്കൂൾ. അപ്പം ആ ഷൂളെ അല്ലെങ്കിൽ ആ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ നോമിനേറ്റീവ് കേസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ മെയിൻ വെർബായിട്ട് വേഡൻ വരുന്ന സാഹചര്യം, വേഡൻ്റെ കോൺജുഗേഷൻ വരുന്നത്. അനദർ എക്സാമ്പിൾ മൈൻ സോൺ വിൽഡ് ഐൻ പീലോട്ട്. അതിൻ്റെ അർത്ഥം മൈ സൺ ബിക്കംസ് എ പൈലറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.